Welcome to the next session of the differential equation. Differential equationന്റെ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെർണോളിസ് ഇക്വേഷനെ കുറിച്ചാണ്. ഇതിന് മുൻകഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ എക്സാക്റ്റ് ഇക്വേഷൻ, ലീനിയർ ഇക്വേഷനിലെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു. മറ്റൊരു രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫോം y ഡാഷ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു വൈ അല്ലേ, ലീനിയർ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് പോലെ തന്നെ ഈ ഭാഗത്ത് വന്നു, ലെഫ്റ്റ് സൈഡ് പോലെ തന്നെ അവിടെ വന്നു. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് എന്താ, ആർ ഓഫ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എൻ. ആർ ഓഫ് എക്സിനോട് കൂടെ ഒരു വൈ റേസ് ടു എന്നും കൂടി വരുന്ന രീതിയിലുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നേരത്തെ നമ്മൾ ലീനിയറിൽ പറഞ്ഞ പോലെ എഫ് എക്സും ആർ എക്സും എന്ന് പറയുന്ന ഫങ്ഷൻസാണ്. ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് എലോൺ, എക്സിൽ മാത്രമുള്ള ഫങ്ഷൻസാണ് അല്ലേ, ഒരു സിംഗിൾ വേരിയബിൾ ഫങ്ഷൻസാണ്. മാത്രമല്ല ഈ ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലംസിനും എല്ലാ സെഷൻസിനും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെഷനും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കോൺസെപ്റ്റുകളിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ബെർണോളിസ് ഇക്വേഷനെയും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ലീനിയർ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇക്വേഷൻ 1-നകത്ത് ഇവിടെ ഉള്ളൊരു കക്ഷി എന്ന് പറയുന്ന ആരാ, വൈ റേസ് ടു എൻ ആണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അധികമായി വരുന്നത്. ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മുഴുവനായിട്ട് വൈ റേസ് ടു എന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അങ്ങോട്ട് തീരുമാനിച്ചു. സോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാവുന്ന ആരാ, വൈ ഡാഷ് 1/y raised to n into y dash. ഓക്കെ, ആൻഡ് ഇവിടെ കൂടെ വരുന്ന ആരാ, ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ആരാ വരുന്നത്, y ഡിവൈഡഡ് ബൈ y raised to n. ഓക്കെ, ആൻഡ് ഇവിടെ ലാസ്റ്റ് ആരാ വരുന്നത്, ആർ ഓഫ് എക്സ് ഇൻറ്റു y raised to n ഡിവൈഡ് ബൈ y raised to n അവിടെ നിന്ന് ഇല്ലാണ്ടാവും. നൗ ഫൈനലി ഇവിടെ നമുക്ക് ഇങ്ങനെ വരും, ദിസ് ഇംപ്ലൈസ് എങ്ങനെ പറയാൻ പറ്റും, y raised to minus n into y dash plus fx into y raised to എന്തായി മാറും, 1 ഈ പ്ലസ് എന്നിന് മുകളിലേക്ക് പോകുമ്പോൾ 1 മൈനസ് എൻ ഇസ് ഈക്വൽ ടു ആരായിരിക്കും, ആർ ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാനങ്ങ് പ്ലേസ് ചെയ്തു നമ്മളെ സൗകര്യത്തിന് വേണ്ടി വിളിക്കാനായിട്ട്. ആ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് പ്ലേസ് ചെയ്തു. So this is our equation number 2. ആ ഇക്വേഷൻ നമ്പർ 2-ലേക്ക് വരുന്ന സമയത്ത് എഫ് എക്സിൻ്റെ കൂടെ വരുന്ന വാല്യൂ, വൈയുടെ വാല്യൂ ആരാ, വൈ റേസ് ടു 1 മൈനസ് എൻ. അപ്പോൾ ഇക്വേഷൻ 2-ൽ ഈ വൈ റേസ് ടു 1 മൈനസ് എന്നിന് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇക്വേഷൻ 1-നെ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു, put y raised to 1 minus n is equal to z. So put y raised to 1 minus n, put y raised to 1 minus n is equal to z. Okay, y raised to 1 minus n z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ്. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും, ദിസ് ഇസ് ഈക്വൽ ടു വൈ റേസ് ടു 1 മൈനസ് എൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 മൈനസ് എൻ ഇൻറ്റു വൈ റേസ് ടു 1 മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഇസ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ആരാ, ഡി സെഡ് ബൈ ഡി എക്സ്, ദാറ്റ് ഇസ് സെഡ് ഡാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ലഭ്യമാവുന്ന ഒരു കാര്യം ഇതാണ്, 1 മൈനസ് എൻ ഇൻറ്റു അല്ലേ, കൂടെ വരുന്ന ആരാ വരുന്നത്, ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ റേസ് ടു 1 മൈനസ് എൻ മൈനസ് 1 വൈ റേസ് ടു മൈനസ് എൻ, ഓക്കെ, ഇൻറ്റു ആരാ വരുന്നത്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്, സെഡ് ഡാഷ്. സോ ഇവിടുന്ന് ഈ വൈ റേസ് ടു മൈനസ് എൻ ഇൻറ്റു വൈ ഡാഷ് എന്നതിനെ നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വൈ റേസ് ടു മൈനസ് എൻ ഇൻറ്റു വൈ ഡാഷ് ഇക്വേഷൻ 2-ലുണ്ട്. വൈ റേസ് ടു 1 മൈനസ് എന്നിന് നമ്മൾ സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷന് മുഴുവൻ വൈയിൽ നിന്ന് സെഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാൻ പറ്റും, എന്താണ് പറയാവുന്നത്, ദിസ് ഈസ് ഫ്രം ഹിയർ യു ക്യാൻ സേ ദാറ്റ് y raised to minus n into y dash
y raised to minus n into y dash is equal to 1 divided by 1 minus n into z dash. 1 divided by 1 minus n into z dash. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, അതിനകത്തേക്ക് വരുന്ന സമയത്ത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ ഇൻറ്റു സെഡ് ഡാഷ് ആണ്. നമ്മൾ ഈ വാല്യൂസിനെ എല്ലാവരുടെയും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ടു ഇക്വേഷൻ 2 കൊണ്ടുപോയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. ഇക്വേഷൻ 2 നമുക്കൊന്ന് പോയി നോക്കാം. ആ ഇക്വേഷൻ 2 നമ്മൾ പോകുന്ന സമയത്ത് ഇക്വേഷൻ 2 നമ്മുടെ കയ്യിൽ y raised to minus n into y dash. y raised to minus n into y dash is equal to 1 by 1 minus n into z dash. So 1 by 1 minus n into z dash. Now then the next term is fx into y raised to 1 minus n. That is equal to ആരാ വരുന്നത്? fx into y raised to 1 minus n ആരാ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ആരാ? z ആ. So fx into plus fx into y raised to 1 minus n is z equal to ആരാ വരുന്നത്? നെക്സ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. fx into z is equal to ആരായി? rx is equal to r of x is equal to r of x. Okay, now see, ഇതിനൊന്നുകൂടെ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ 1 മൈനസ് എന്നിനെ കൂടെ ഞാൻ ഇവിടുന്ന് എല്ലാവർക്കുമായിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആരാ വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു, ഫൈനലി നമുക്ക് പറയാൻ കഴിയും, ദിസ് ഇസ് ഈക്വൽ ടു z ഡാഷ് പ്ലസ് ആരാ വരുന്നത്? 1 മൈനസ് എൻ ഇൻറ്റു എഫ് എക്സ് ഇൻറ്റു z is equal to 1 minus n into r of x. Okay, see the third equation. Third equation is an equation in z and x. z-ലും x-ലുള്ള ഇക്വേഷൻ ആണ്. ഒന്നുകൂടെ നിങ്ങൾ അതിനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെന്താണ്. ദ ഇക്വേഷൻ 3 ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നേരത്തെയുള്ള എഫ് എക്സിന് പകരം അവിടെ ആരായി വന്നു? 1 മൈനസ് എൻ ഇൻറ്റു എഫ് എക്സ് സൊല്യൂഷനായി വന്നു. നേരത്തെ ആർ എക്സിന് പകരം ആര് വന്നു? 1 മൈനസ് എൻ ഇൻറ്റു ആർ ഓഫ് എക്സ് വന്നു. സോ ദിസ് ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് സെഡ്. സോ ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ, this is first order linear differential equation, linear non-homogeneous differential equation. Okay, non-homogeneous linear differential equation ആണത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ആരുടെ ആൻസർ ആയിരിക്കും? ഇക്വേഷൻ 3യുടെ ആൻസർ ആയിരിക്കും. ആ ഇക്വേഷൻ 3യുടെ ജനറൽ സൊല്യൂഷൻ സെഡിലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ആ ലഭ്യമായ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? സെഡിനെ y raised to 1 മൈനസ് n എന്ന് റീപ്ലേസ് ചെയ്യുന്നതിലൂടെ എക്സിലും വൈയിലുള്ള സൊല്യൂഷനായിട്ട് ലഭിക്കും. സോ ഇത്രയാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. ബെർണോളിസ് ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബെർണോളിസ് ഇക്വേഷൻ ആവുമ്പോൾ ആ ബെർണോളിസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബെർണോളിസ് ഇക്വേഷൻ ആവാനായിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാറ്റ് എങ്ങനെ ആയിരിക്കണം? y ഡാഷ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ആർ എക്സ് ഇൻറ്റു y raised to n ആയി കഴിഞ്ഞാൽ ആ y raised to n കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. y raised to n കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ y raised to മൈനസ് എൻ ഇൻറ്റു വൈ ഡാഷ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു y raised to 1 മൈനസ് എൻ ഇസ് ഈക്വൽ ടു ആർ എക്സ് ആയി മാറും. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എഫ് എക്സിൻ്റെ കൂടെ വരുന്ന വൈയുടെ ടേം y raised to 1 മൈനസ് എന്നിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും സെഡിന്. അതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തായി മാറും? 1 by 1 മൈനസ് എൻ ഇൻറ്റു സെഡ് ഡാഷ് y raised to മൈനസ് എൻ ഇൻറ്റു വൈ ഡാഷ് ആയി മാറും. ഈ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ റീറൈറ്റ് ചെയ്യാം? വി ക്യാൻ റീറൈറ്റ് ഇക്വേഷൻ 2. നൗ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിലും വൈയിലുള്ള ഇക്വേഷനാണ്. അതിനെ സെഡിലും എക്സിലും സെഡിലുള്ള ഇക്വേഷനായിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ആ സെഡിലും എക്സിലും വന്ന ഇക്വേഷൻ ആരായിരിക്കും? കംപ്ലീറ്റ്ലി ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ലീനിയർ നോൺ ഹോമോജീനിയസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാം.
We can move to a problem. ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോയേക്കാം. Question. Solve the differential equation x into dy by dx plus y equal to xy cube ഓക്കെ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, y ക്യൂബ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലാതിരിക്കുമ്പോൾ ഇവിടെ വരുന്ന ഓരോ പാർട്ടിനെയും നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ അതിനകത്തേക്ക് വരുന്ന ആരാ, നേരത്തെ ഇവിടെ y⁻n പകരം മുമ്പ് നിങ്ങൾ ചെയ്തതിൽ y⁻n പകരം ഇവിടെ വരുന്ന ആരാ, y⁻n പകരം ഇവിടെ വരുന്ന ആരാ, y ക്യൂബാണ്. സോ എന്നിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും n= ആരാ വരുന്നത്, n= 3. ഓക്കെ, എൻ്റെ വാല്യൂ 3 ആണ്. സോ നമുക്കിവിടെ നിന്ന് പറയാവുന്ന ഒരു കാര്യം എങ്ങനെ സോൾവ് ചെയ്യാം ഇതിനെ, x into dy by dx. വി ക്യാൻ ഡിവൈഡ് അല്ലേ. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ആ ഇക്വേഷൻ 1നെ ഞാൻ എന്ത് ചെയ്യുന്നു, 1നെ y ക്യൂബ് വെച്ചിട്ട് ഞാനങ്ങ് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ആ y ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ ലഭിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ y ക്യൂബ് ഇൻറ്റു y ഡാഷ് dy by dx. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് y ഡാഷ് എന്ന് എഴുതാം. y ഡാഷ് പ്ലസ് ആരാ വരുന്നത്, y ഡിവൈഡഡ് ബൈ y ക്യൂബ് ഈക്വൽ ടു ആരാ, xy ക്യൂബിൽ x ബാലൻസ് ആവും. അപ്പോൾ നമ്മളതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനകത്തേക്ക് വരുന്ന വാല്യൂസിനെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ y⁻³ this is equal to y⁻³ ഇൻറ്റു y ഡാഷ് പ്ലസ് എക്സ് കൊണ്ട് ഞാൻ എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 1/x ഇൻറ്റു ആരായി മാറും, y⁻² അല്ലേ 1-3 ദാറ്റ് ഈസ് y⁻² is equal to x/x ആരായി മാറും, 1 ആയി മാറും. ഈ എക്സിനെയും കൂടി ഇവിടുന്ന് ഒഴിവാക്കാൻ സൗകര്യം ഒരു ഫെയർ ആയുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആ രീതിയിൽ മാറ്റി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ fx ആയിട്ട് ഇവിടെ വരുന്ന കക്ഷി ആരാ, fx ആയിട്ട് ഇവിടെ വരുന്ന കക്ഷി fxൻ്റെ സ്പോട്ടിൽ ഇവിടെ കിടക്കുന്ന ആരാ, 1/x ആണ്. ആ 1/x അവിടെ നിൽക്കുമ്പോൾ അതിന് കൂടെ വരുന്ന y വാല്യൂ, ആ y വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് z-ന്. സോ വി പുട്ട് z ഈക്വൽ ടു, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ വി പുട്ട് z ഈക്വൽ ടു, z-ൻ്റെ വാല്യൂ എന്താക്കി കളഞ്ഞു, വി പുട്ട് z ഈക്വൽ ടു y⁻². സോ z ഈക്വൽ ടു y⁻². സോ z ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ dz/dx കാൽക്കുലേറ്റ് ചെയ്യാം. dz/dx കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ z ഡാഷ് ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്, y⁻². ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭ്യമാവുന്ന വാല്യൂസ് ആരായിരിക്കും, ഡിഫറൻഷ്യേറ്റിംഗ് both sides. So we will have z dash is equal to ആരാ വരുന്നത്, -2 y⁻² - 1 into ആരാ വരുന്നത്, ഡെറിവേറ്റീവ് ഓഫ് y, that is dy by dx. that means y dash. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാൻ കഴിയും z ഡാഷ് എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് z ഡാഷ് ഇസ് ഈക്വൽ ടു ആരായിരിക്കും, -2. ഓക്കെ, ആ -2നെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. സോ -1/2 z ഡാഷ് ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്, y⁻³ ഇൻറ്റു y ഡാഷ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു പോയി നോക്കൂ. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനകത്തേക്ക് ആരാ വരുന്നത്, y⁻³ ഇൻറ്റു y ഡാഷ്. സോ y⁻³ ഇൻറ്റു y ഡാഷിൻ്റെ സ്ഥാനത്തേക്ക് -1/2 ഇൻറ്റു z ഡാഷ് ആയി. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഏതാണ് ഇതിലെ ഇക്വേഷൻ 2. ഓക്കെ, പുട്ട് ഇൻ 2. സോ പുട്ട് ഇൻ ഇക്വേഷൻ 2ൽ പുട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും, ദിസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 2ൽ പുട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും, y⁻³ ഇൻറ്റു y ഡാഷ് ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്, -1/2 z ഡാഷ്. ഓക്കെ,
equation plus 1 by x into y raised to minus 2, okay, plus 1 by x into y raised to minus 2 is z, okay. Finally നമുക്ക് എങ്ങനെ പറയാൻ പറ്റും 1 is equal to 1 is equal to ആരാ 1. See ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ആ ഇക്വേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ആ ഇക്വേഷനാണ് നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് ലഭ്യമായത്. അതിനെ ഒന്നുകൂടെ ഭംഗിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. സോ -1/2 -1/2 -1/2 z dash -1/2 z dash plus 1 by x into z plus 1 by x into z is equal to 1. 1 by x into z is equal to 1. Okay. അതിന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ -1/2 കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആര് വരും -2 by x z is equal to ഇവിടെ 1 ഉള്ളിടത്ത് ആരായി വരും is equal to -2. ഓക്കെ. ഈക്വൽ ടു 1 ഉള്ളിടത്ത് അവിടെ ആര് വരും -2 വന്നേക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും ദിസ് ഈസ് ഈക്വൽ ടു ഏത് വരും -2. നൗ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ 3 നമുക്ക് ലഭ്യമായി. ആ ഇക്വേഷൻ 3 2ൽ നിന്ന് ലഭ്യമായതാണ്. നൗ ഇക്വേഷൻ 3 ഈസ് ലീനിയർ നോൺ ഹോമോജീനിയസ് linear non-homogeneous equation. ഓക്കെ. ലീനിയർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് പുതിയൊരു എഫ് എക്സ് ഇവിടുത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിലായിട്ട് നമുക്കൊരു എഫ് എക്സ് ഫോം ചെയ്യാൻ പറ്റും. നേരത്തെയുള്ള എഫ് എക്സ് അല്ല, ഇവിടുത്തെ എഫ് എക്സ് ആയിട്ട് ആരെയും -2/x ആയിരിക്കും. ഓക്കെ. ഇവിടെ ഒരു പുതിയൊരു ആർ എക്സിനെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ആർ എക്സ് ആരാ -2 ആ. ഓക്കെ. ആർ എക്സ് ആരാ -2 ആ. ദിസ് ഈസ് ഈക്വൽ ടു -2/x. ഓക്കെ. ആർ എക്സ് ഇസ് ഈക്വൽ ടു -2. നൗ നമ്മൾ പഠിച്ച ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡ് ഉപയോഗിക്കാം, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കാം. ആസ് അവർ ഓൺ വിഷ് വി ക്യാൻ യൂസ് എനി മെത്തേഡ്. നമുക്ക് നമ്മുടെ താല്പര്യപ്രകാരം ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ ഞാൻ തീരുമാനിച്ചു. ടു ഫൈൻഡ് IF ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനായിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ കുറിച്ച് നമുക്കറിയാം. IF is equal to e raised to integral of fx dx. Okay, e raised to integral of fx dx. So this is equal to e raised to integral of fx in the value are -2/x dx equal to e raised to -2 log x is equal to e raised to log x raised to -2. Therefore this is equal to x raised to -2. അല്ലേ? ഫൈനലി നമുക്ക് അവിടെ ലഭ്യമായി വാല്യൂ എന്ത് ലഭ്യമായി x raised to -2. x raised to -2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ 1/x² ആണ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ് 1/x² ആണ് ആക്ച്വൽ വാല്യൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇക്വേഷൻ 3ക്കകത്ത് നിന്ന് എഫിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഞാൻ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് വൈക്ക് പകരം ഇവിടെ ZI എന്ന് മാത്രം. ഓക്കെ. വൈക്ക് പകരം ഇവിടെ വൈക്ക് പകരം ഇവിടെ ZI എന്ന് മാത്രം. വൈക്ക് പകരം ഇവിടെ Z ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ എന്തിൽ വരും? വൈക്ക് പകരം Z ആയതുകൊണ്ട് Z ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to integral of r of x into integrating factor into dx plus c ആയിരിക്കും. ഓക്കെ. ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ് dx പ്ലസ് c ആയിരിക്കും. ഓക്കെ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ വരുന്നത്? 1/x² ആണ്. ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മളിവിടെ കൊടുക്കാം z ഇൻറ്റു 1/x² or x raised to -2 integral of r of x. R of x is -2. So this is equal to integral of -2 into 1/x² dx plus c. Okay. Z into 1/x² is equal to
minus 2 into x raised to minus 2 plus 1 divided by minus 2 plus 1 plus c. Okay, x raised to minus 2 plus 1 divided by minus 2 plus 1 by c, that is z into 1 by x square is equal to minus 2 into x raised to minus 1 divided by minus 1 plus c. Okay, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊന്ന് പറയാൻ പറ്റും z into 1 by x square. Okay, is equal to, okay, അവിടെ വരുന്ന ആരാ minus 2 and minus 1 is there, therefore plus 2 into x raised to minus 1 is 1 by x, okay, plus c, plus c. Okay, we can take this അല്ലേ എക്സ് സ്ക്വയറിനെ പിടിച്ച് നമുക്ക് ഈ രണ്ട് പേർക്കും കൊടുത്തേക്കാം. അപ്പോൾ z is equal to അല്ലേ z-ൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് ലഭ്യമായി. z-ൻ്റെ വാല്യൂ ലഭ്യമായപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും z is equal to ഇവിടെ 2 into x square by x വരുമ്പോൾ x plus c x square വരും. So this is the general solution. This is the general solution of, this is the general solution of 3. ഇക്വേഷൻ 3യുടെ ജനറൽ സൊല്യൂഷനാണ്. അതായത് z-ലും x-ലുമുള്ള ഇക്വേഷൻ്റെ അതായത് z-ലും x-ലും വരുന്ന ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാൻ കഴിയും ഇതിനെ z-നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും x-ലും y-ലുള്ള സൊല്യൂഷനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതെന്ന് നോക്കിയാൽ മതി. ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ അവർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് അല്ലേ ആരാ z-ന് എന്താ കൊടുത്തത് നമ്മൾ -2. സോ റീപ്ലേസ് z by -2. നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും അവസാനം ഇയാൾ എന്ത് ചെയ്യും റീപ്ലേസ് z by y raised to -2. Okay, z by y raised to -2. സോ എന്ത് സംഭവിക്കും z-ന് പകരം y raised to -2 ഈക്വൽ ടു 2x പ്ലസ് cx സ്ക്വയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ y raised to -2യുടെ വാല്യൂ ആരായിരിക്കും ദിസ് ഈസ് ഈക്വൽ ടു 1 by y സ്ക്വയർ അല്ലേ. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് 1 by y സ്ക്വയർ is equal to 1 by y square is equal to 1 by y square is equal to 2x plus cx square equal to 2x plus cx square. So ഈ y square പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ കോമൺ ആയിട്ട് നമുക്ക് പറയാം 1 is equal to എന്താ വരുന്നത് y square into 2x plus cx square. So finally നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മുടെ y square into 2x plus cx square or cx square plus 2x plus cx square is equal to 1 is the general solution of given Bernoulli's equation അല്ലേ തന്നിരിക്കുന്ന Bernoulli's equationൻ്റെ is the general solution of given Bernoulli's equation തന്നിരിക്കുന്ന Bernoulli's equationൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ആ Bernoulli's equationൻ്റെ മെത്തേഡ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു ഈ പ്രോബ്ലത്തിലൂടെ ചെയ്തു. നമ്മൾ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളതിൽ ആകെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ ഏത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അയാൾ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ കിടക്കുന്ന y raised to y-യുടെ n-ൻ്റെ വാല്യൂ ഇവിടെ 3 ആണ്. y raised to -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നൗ വി ഹാവ് y raised to -3 y dash into some f of x into y raised to -2 equal to 1 എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അതിനകത്ത് എന്ത് ചെയ്യൂ നമ്മൾ y-ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എഫ് എക്സിൻ്റെ കൂടെ 1/x-ൻ്റെ കൂടെ വരുന്ന y raised to -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ z equal to y raised to -2 കൊടുക്കുമ്പോൾ z dash കാണുന്ന സമയത്ത് നമുക്ക് -1/2 z dash എന്ന് പറയുന്നത് y raised to -3 into y dash ആണ്. അതിനെ ഈ ഇക്വേഷനകത്ത് കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 2ൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായി മാറും ലീനിയർ ഇക്വേഷനായി മാറും. ആ ഇക്വേഷൻ ലീനിയർ ഇക്വേഷനാണ്. ലീനിയർ ഇക്വേഷൻ ഇൻ z and x and non homogeneous linear equation
ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കണ്ടെത്തി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/x² ആയിരുന്നു. ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/x² ആയതുകൊണ്ട് തന്നെ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് സൊല്യൂഷൻ്റെ കോൺസെപ്റ്റ് z ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ ഓഫ് r(x) ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx പ്ലസ് c എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതിനകത്ത് നമ്മൾ വാല്യൂസ് കൊടുക്കുകയും ഏറ്റവും അവസാനം നമ്മൾ കണ്ടെത്തി z ഈക്വൽ ടു 2x + cx² എന്നുള്ള രീതിയിലേക്ക് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ z ആൻഡ് x. സെഡിലും എക്സിലുമുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി. നൗ വി റീപ്ലേസ് z/y⁻². അങ്ങനെ സെഡിന് നമ്മൾ നേരത്തെ y⁻² എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമാവും y² × 2x + cx² എന്തായി മാറും? 1 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു മെത്തേഡാണിത്. ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ബാക്കി നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം സെഷനും കൂടി നമുക്ക് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. കണ്ടിന്യൂ വാച്ചിങ്. താങ്ക് യു ഓൾ.